ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ ഡിസംബറിൽ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കമാണ്. മഞ്ഞെല്ലാം മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. രാവിലെ തന്നെ ഇതാ ഒരു കട്ടൻ കാപ്പിയിലാണ് തുടക്കം. നടക്കാൻ പോയപ്പോൾ ഹസ്ബൻഡ് കുറച്ച് കടികളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതിൽ നിന്ന് ഒരു പഴവട എടുത്തിട്ട് അതും കൂടി കൂട്ടി കഴിച്ചു. ഇനി മോൾക്കുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പത്തിരി അല്ലെങ്കിൽ നൂൽപുട്ട് എന്നാണെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ പത്തിരിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ നൂൽപുട്ടാക്കി. ഇതാവുമ്പോൾ ലഞ്ചിന് കൊണ്ടുപോയാൽ അവൾ നന്നായിട്ട് കഴിക്കും. അതുപോലെ തന്നെ ഒരു ചിക്കൻ കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലടിച്ച് ചിക്കനും ഇട്ടാൽ റെഡിയാവും. പിന്നെ നമ്മൾ ഇതാ ലഞ്ച് ബോക്സ് ഒരുക്കുവാണ്. ചിക്കൻ ഒഴിച്ചു, പിന്നെ നൂൽപുട്ട് ഒരു 3 വെച്ചു. അതിൻ്റെ ശേഷം കുക്കുംബർ സാലഡും കൂടി വെച്ച് കൊടുത്തു. സ്നാക്സിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ മാവിൽ ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി ഫില്ല് ചെയ്തിട്ട് ആവി കയറ്റിയിട്ടുള്ള ഒരു അട പോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ആപ്പിൾ സ്ലൈസ് ആക്കിയിട്ട് അതും കൂടി വെച്ചിട്ട് അവളെ മാറ്റിച്ച് റെഡിയാക്കി സ്കൂളിലേക്ക് പോവുകയാണ്. രാവിലെ കുറച്ച് മടിയാണെങ്കിലും പിന്നെ അങ്ങ് പോയിക്കോളും. പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോയി. ഇന്നത്തെ ലഞ്ച് ഞങ്ങൾ പുറത്തുനിന്നാക്കി. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വാങ്ങി. എനിക്ക് എങ്ങനെയാണെങ്കിലും ബിരിയാണിയിൽ ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളൂ. മറ്റേത് കഴിക്കുമെങ്കിലും കൂടുതൽ ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. ഒരു ഫുൾ ബിരിയാണി ഒന്നും എനിക്ക് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ഹാഫ് ബിരിയാണി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കാൻ വിചാരിച്ചിട്ട് രണ്ടുപേരും 2 ബിരിയാണി വാങ്ങിയത്. ബിരിയാണിയിൽ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഈ ലെഗ് പീസിനാണ്. ലെഗ് തന്നെ കിട്ടിയത് കൊണ്ട് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ അപ്പുറത്തെ ബീഫ് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കി. അതും അടിപൊളി ടേസ്റ്റാണ്. ഡ്രൈ ആയിട്ടുള്ള ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. ബിരിയാണി കഴിച്ചാൽ ഒരു ലൈം ടീ മസ്റ്റാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കുമായിരുന്നു. അപ്പോഴാണ് മോളെ പിക്ക് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ച് പിന്നെ അവളെ സ്കൂളിലേക്ക് പോയി. അവളെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നീട് എന്തോ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.